ഭവാനിക്ക് മോളോടുള്ള ദേഷ്യം ഇപ്പോഴും മാറിയിട്ടില്ലേ? അതെങ്ങനെ മാറാനാ? 5 ലക്ഷം രൂപ ഭവാനിയുടെ മോള് വാങ്ങിയിട്ട് ഇതുവരെ തിരിച്ചു കൊടുത്തില്ലല്ലോ. അപ്പൊ ദേഷ്യം കാണിടോ. എന്നാലും മകളല്ലേ, ഭവാനിക്ക് കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്യാം. കാശ് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ആർക്കായാലും ദേഷ്യം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവോ? പിന്നെ ആശാന്റെ 3000 രൂപ വാങ്ങിയിട്ടില്ലേ, ഇതുവരെ തിരിച്ചു തന്നില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ദേഷ്യമുണ്ട്. ഞാനത് പുറത്ത് കാണിക്കാറില്ല. ആ ഇപ്പഴാ കറക്റ്റ് ആയത്. മകളോടുള്ള ദേഷ്യം ഭവാനി പുറത്ത് കാണിക്കുന്നില്ല. പക്ഷെ അച്ഛനും പുറത്ത് കാണിക്കാം, ആങ്ങളയ്ക്കും പുറത്ത് കാണിക്കാം. അതെന്തിനാ? അവരധ്വാനിച്ചുണ്ടാക്കിയ കാശല്ലേ, അപ്പൊ അവർക്ക് ദേഷ്യം കാണില്ലേ? അച്ഛനും ആങ്ങളെയും അളിയനുമായി ഉടക്കുന്നു. അങ്ങനെ ആങ്ങളയുടെ കല്യാണം പറ്റുന്നു. ഭവാനി അമ്മ മകളെ വിളിക്കാൻ പറയുന്നു. അച്ഛനും ആങ്ങളെയും സമ്മതിക്കുന്നില്ല. അല്ല ആശാനെ, അപ്പൊ നമുക്ക് അവളെ കല്യാണത്തിന് വിളിച്ചൂടെ? അതിനു മുമ്പ് പെണ്ണ് കാണാനും ഉറപ്പിക്കലിനും അവരവളെ മാറ്റി നിർത്തുന്നു. ആ നിലയ്ക്ക് കല്യാണം വിളിച്ച അവള് വരുമോ? ഇപ്പൊ കറക്റ്റായി. കഥയ്ക്ക് കുറച്ച് എരിവും പുളിയും ചേർക്കാൻ അമ്മാവന്മാരെ രംഗത്തിറങ്ങണം. അമ്മാവന്റെ മോനെ തേച്ചിട്ട് പോയതല്ലേ അവള്. കൊച്ചിക്കള്ളി. ആ കരിപ്പ് അവനുണ്ടല്ലോ. അവനും അവളെ കല്യാണം വിളിക്കണ്ടെന്ന് പറയുന്നു. ആ സീൻ എഴുതുമ്പോ എരുതിയിലെ എണ്ണ ഒഴിക്കണ പോലെ ആവണം. അത് ഞാൻ ഏറ്റു. പക്ഷെ ഒരു ട്വിസ്റ്റ് വേണം. അമ്മ അച്ഛനെ ഡൈവോഴ്സ് ചെയ്തിട്ട് അത് നല്ല ട്വിസ്റ്റ് ആവും. ഇന്ദു, ഒരു കാര്യം, അമ്മ മകൾക്ക് വേണ്ടി അച്ഛനോട് സംസാരിക്കും. അച്ഛൻ ഒരു പൊടിക്ക് സമ്മതിക്കുന്നില്ല. ഇവരൊന്നും രണ്ടും പറഞ്ഞു വഴക്കാവുന്നു. ഇതാണ് സീൻ. ഈ സീൻ ഒന്ന് എഴുതും. ഞാൻ അപ്പോഴേക്കും ട്വിസ്റ്റ് ആലോചിക്കട്ടെ. എന്റെ എഴുത്ത് ഭഗവാനെ. എന്തായി? ആശാൻ ഞാൻ വായിക്കട്ടെ. ആ വായിക്ക്. സീൻ 25. അച്ഛനും അമ്മയും തർക്കം മൂക്കുന്നു. അച്ഛന്റെ ശബ്ദം ഉയരുന്നു. ഇതെന്റെ രീതിയിൽ ഞാൻ പറയട്ടെ ആശാനെ? സ്റ്റാർട്ട് ക്യാമറ റോളിംഗ് ആക്ഷൻ. ഈ വീട് പണിതത് ഞാനാണ്. അതിനുള്ള പണം തന്നത് ഞാനാണ്. ഞാൻ നിനക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് രാധേ. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് കൃഷ്ണ. എങ്ങനെയുണ്ട് ആശാനെ? ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. വൃന്ദാവനം കണ്ടെത്തിയത് ഞാനാണ്. അതിനുള്ള ധനം നൽകിയത് ഞങ്ങളാണ്. ഞാൻ ബർസാനയ്ക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് രാധേ. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് കൃഷ്ണ. എന്തിട്ടുണ്ട് എഴുതി വെച്ചേക്കണ? ഈ ഡയലോഗിന് എന്താ കുഴപ്പം? നല്ല സൂപ്പർ ഡ്യൂപ്പർ ഡയലോഗ് അല്ലേ? ഇതെന്താ നാടക? ആശാൻ ഇപ്പോഴത്തെ ട്രെൻഡ് അറിയണ്ട. വെറുതെ ആശാൻ മുരടിച്ചു പോയ. അതെ, ഇനി നീ എഴുതണ്ട, ഞാൻ എഴുതിയോളാം. എഴുതടോ. എന്ത് എഴുതണില്ലേ? ബ്ലോക്ക് വന്നു. എവിടെ ബ്ലോക്ക്? അതല്ലടാ, റൈറ്റേഴ്സ് ബ്ലോക്ക്. ഭാഗ്യം, ഇനി എഴുത്ത് നടക്കില്ല. നമുക്കൊരു തൈരോടെ വെക്കാൻ പോയാലോ? വേണ്ട അല്ലേ? ആശാന്റെ എല്ലാ ബ്ലോക്കുകളും തീർക്കാൻ കഴിവുള്ള നല്ലൊരു ഗ്യാസ്ട്രോളജർ എന്റെ കയ്യിലുണ്ട്. ആസ്ട്രോളജർ? എന്തായാലും ആശാന്റെ കാര്യം മനസ്സിലായില്ലേ? ആശാന്റെ സമയം തീരെ ശരിയില്ല. നമുക്കൊന്ന് പോയാലോ? കൊള്ളാലോ സെറ്റപ്പ്. പണിക്കരെങ്ങനെയുണ്ട്? നല്ല പണിക്കരാ. ചുള്ളനാ. തേനൊലിക്കിന്റെ പാത്രം വെക്കണോ? ഒന്ന് വാടോ. മണി വിടിയാ? മണിയാ? മണി അടിയിലാടോ. കോളിംഗ് ബെല്ല്. ഞങ്ങള് മണി എന്നാ പറയാ. ഞെട്ടണ്ട, ഒരാളെ പോലെ 7 പേരുണ്ടെന്ന കണക്ക്. ഞങ്ങള് മനസ്സിലായി. പ്രശസ്ത തിരക്കഥാകൃത്ത് മനോഹരം പാഴായി അല്ലേ? അതെ. ഇയാള് സഹായ ഇന്ദുകാന്തൻ. വരിക. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം സർവമംഗളമംഗല്യേ
ഇങ്ങനെ എത്തിച്ചു നോക്കാതെ മൊബൈൽ ഫോണൊന്നും അല്ല. നക്ഷത്രം ആയില്യം. ഇതുവരെ സിനിമയൊന്നും ആയില്ലടോ. ഇത് താൻ പറയേണ്ട ഡയലോഗല്ല, ഞാൻ പറയേണ്ട ഡയലോഗാ. സിനിമയൊന്നും ആയില്ല അല്ലേ? എഴുതുമ്പോ ബ്ലോക്ക് വരുന്നുണ്ട് അല്ലേ? മൊത്തം തടസ്സാണ് പണിക്കരെ. ശരിയാക്കാം. നല്ല ബലക്കുറവുണ്ട് കേട്ടാ. പണിക്കര് അതും കണ്ടുപിടിച്ചു. ഹേ, ആ ബലക്കുറവല്ല, മനസ്സിന്റെ ബലക്കുറവ്. ഹാവൂ, ഞാൻ തെറ്റിദ്ധരിച്ചു. ബലക്കുറവെന്ന് പറഞ്ഞാ മനസ്സിലായില്ല. ചിന്തിക്കുന്നതൊന്ന്, പ്രവർത്തിക്കുന്ന മറ്റൊന്ന്. എഴുതുമ്പോ മറ്റു പല ചിന്തകളിലേക്കും മനസ്സ് പാറി പറന്ന് കിടക്കുന്നുണ്ട്. താങ്കൾക്ക് ഒരുപാട് കടങ്ങളുണ്ടല്ലേ? ഒത്തിരി ഒന്നല്ല, കുറെ ഉണ്ട്. എൻ്റെ 3000 മേടിച്ചിട്ടേ ഇതുവരെ തന്നിട്ടില്ല. അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നത്? അങ്ങനെയും തരട്ടേന്ന് വെച്ചിട്ടാ. ഒന്നിൽ പഴച്ചാൽ 4, ഒന്നിൽ പഴിച്ചാൽ 3 അല്ലേ? 3 മൂഞ്ചും. രാഹു ആണ് കളിക്കുന്നത്. രാഹു എല്ലാം മുടക്കും, ഒന്നും നടക്കില്ല. ഈശ്വരന്മാരെ, രവിയേട്ടൻ്റെ മോൻ രാഹുല. അതല്ലടോ, ഗ്രഹനിലയെ പറ്റി പറഞ്ഞതാ. ഓ അങ്ങനെ. രാഹുദോഷം മാറാൻ ശിവന്റെ അമ്പലത്തില് 100 പാലും കഴിക്കണം. പേടിക്കാനൊന്നുമില്ല. 2 നാഴി കഴിഞ്ഞാൽ വ്യാഴം തുടങ്ങുകയായി. എല്ലാം ശരിയാവും, വിചാരിച്ചൊക്കെ നടക്കും. കിഴക്കുന്നൊരു ചെറിയൊരു പണി വരുന്നുണ്ട്. ഷോ ആശാനെ, ഞാൻ പോവാ, എനിക്ക് പേടിയാ. അവിടെ ഇരിക്കണോ? പണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള വർക്കാ. ഇപ്പൊ ചെറിയ പണി, അത് കഴിഞ്ഞാൽ വലിയ പണി കിട്ടും. ആവൂ, അത്രേ ഉള്ളൂ അല്ലേ? ആശാന്റെ കൂടെ കുറെ നാളായി നടക്കുന്നു. ഞാൻ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആവുമോ? ഏതാ തന്റെ നാള്? തിരുവാതിര. തനിക്ക് ബർത്ത് സ്മെല്ലില്ലടോ. എന്ന് വെച്ചാ ജന്മവാസന. താൻ ഇയാളുടെ കൂടെ നടക്കാണ്ട് വേറെ വല്ല പണിക്ക് പോടോ. അത് ഞാൻ എപ്പോഴും എന്നോട് പറയാറുള്ളതാണ്. ഇനി എന്താ അറിയണ്ടേ? ദക്ഷിണ. ദക്ഷിണ ഇതിലേക്ക് ഗൂഗിൾ പേ ചെയ്തോളൂ. എന്തു അയാൾ പറഞ്ഞ പോലെ നടക്കൂ. എനിക്ക് അയാളെ തീരെ വിശ്വാസം വലിയ ചേട്ടാ. ആശാനെ, മലയാള സിനിമാക്കാരെ ആസ്ഥാന ഗ്യാസ്ട്രോളജറാ, അല്ല ആസ്ട്രോളജറാ കുട്ടമ്പണിക്കര്. അങ്ങേര് പറഞ്ഞ നടക്കും. ആ, നടന്ന കിട്ടി, ട്വിസ്റ്റ് കിട്ടി. അൺഎക്സ്പെക്റ്റഡായ ആങ്ങളുടെ കല്യാണത്തിനെത്തുന്ന പെങ്ങൾ നാട്ടുകാരും വീട്ടുകാരും ചുറ്റുന്നു. അമ്മയ്ക്ക് പൊരിഞ്ഞ സന്തോഷം. അരിശത്തോടെ നോക്കുന്ന അച്ഛൻ, അമ്മാവൻ, ആങ്ങള, അമ്മാവൻ്റെ മകനും. അങ്ങനെ അവള് ആദ്യ പന്തിയിലിരുന്ന് ഭക്ഷണം കഴിച്ച് സ്ഥലം വിടുന്നു. എങ്ങനെയുണ്ട് ആശാനെ? എന്താശാനെ? എന്റെ ഫ്ലോ കളയല്ലേട്ടാ. താനെ എവിടെയാ? വിളിച്ചാ ഫോൺ എടുത്തൂടെ? അയ്യോ, ഫോൺ സൈലന്റ് ആടോ. എന്താ കാര്യം? ഓ ഹിന്ദു, ഒരു അടിപൊളി വർക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ അതെനിക്ക് ഷൂട്ട് ചെയ്ത് തരണം. എന്ത് വർക്കാ? അതൊരു ആഡ് ഫിലിമാ. ഞാൻ വർക്ക് ചെയ്യണ കമ്പനിയിൽ തന്നെയാ. എന്തുട്ട് ഐറ്റം? തൂമ്പാ മൺമിട്ടില്ലേ, അതിന്റെയാ. ചെയ്യാം, ചെയ്തു തരാം. നമുക്ക് ചെയ്യാതെ അങ്ങോട്ട് വന്നേ. അതെ, ഇതുപോലത്തെ ലൊട്ടിലൊടുക്ക ആഡ് ചെയ്താലേ നമ്മള് വീട്ടിലിരിക്കുള്ളൂട്ടാ. നമ്മളിപ്പോഴും വീട്ടിലിരിക്കുന്നല്ലേ ചെയ്യണ്. ഒരു 500 നോട്ട് കണ്ടിട്ട് കാലം എത്രയും നിറഞ്ഞത്. അവൻ നല്ലൊരു കമ്മീഷൻ മേടിക്കും, നമുക്കൊന്നും കിട്ടില്ല ആശാനെ. കുട്ടമ്പണിക്കര് പറഞ്ഞ നീ ശ്രദ്ധിച്ചാ? ആദ്യം ചെറിയ പണി വരും, പിന്നെ വലിയ പണി വരും. ഇപ്പൊ എനിക്ക് അയാളെ വിശ്വാസമായി. ചന്ദ്രു, നമുക്ക് ഉറപ്പിക്കാം, അടുത്ത ആഴ്ച ഷൂട്ട്. അല്ല, അഡ്വാൻസ് ഒന്നും ഇല്ലേ? ഷൂട്ട് കഴിഞ്ഞാൽ ഒരു എമൗണ്ട് അങ്ങോട്ട് തരും, എന്റെ കമ്മീഷൻ കഴിച്ചിട്ട്. അപ്പൊ ഓക്കെ. ആശാനെ, ഇപ്പൊ ഷൂട്ടിങ് തുടങ്ങല്ലേ? തുടങ്ങാം.